ആദ്യം ശ്രീ VPP മുസ്തഫ, സാധാരണഗതിയിൽ വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ LDFിൽ ചർച്ച ചെയ്യുന്നു, പിന്നീട് മന്ത്രിസഭായോഗത്തിൽ അത് ശരിവെക്കുന്നു, തീരുമാനമായി പുറത്തു വരുന്നു. ഇങ്ങനെയാണ് സാധാരണ സംഭവിക്കാറ്. ഇപ്പോൾ മന്ത്രിസഭായോഗത്തിൽ എടുക്കുന്ന തീരുമാനം പിന്നീട് LDFിനെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന രീതിയിലേക്ക് മാറിയോ കാര്യങ്ങൾ? നമ്മുടെ നാട്ടിൽ കുറച്ച് കാലമായിട്ടുള്ള ഒരു പതിവ് ശൈലി, ഒരു വിഷയത്തെ വിവാദമാക്കി മാറ്റുക, എന്നിട്ട് ആ വിവാദത്തിൽ കിടന്ന് ഇങ്ങനെ ഞങ്ങൾ പറയുന്ന വിവാദമാണ് ശരി എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് തുടർ ചർച്ചകൾ നടത്തുക. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ചർച്ച മാത്രമാണ് ഇന്നത്തേത്. ബ്രൂവറി വിഷയത്തിൽ നേരത്തെ തന്നെ ഇതേ ഫ്ലോറിൽ കൃത്യമായി വിശദീകരണങ്ങൾ വരികയും ചർച്ചകൾ നടക്കുകയും കാര്യങ്ങൾ ആളുകൾക്ക് ബോധ്യപ്പെടുകയും ചെയ്തതാണ്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾ വിടത്തില്ല. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്, അതിന് നേതൃത്വം നൽകുന്ന LDF സംവിധാനം, അതിനെ എങ്ങനെയും ഞങ്ങൾ വളഞ്ഞിട്ട് ആക്രമിക്കും. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ചർച്ചയല്ലാതെ ഇന്നത്തെ ചർച്ചയ്ക്ക് വേറെ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ഇവിടെ ഇപ്പോൾ സ്മൃതി ചോദിച്ചതുപോലെ LDFിൻ്റെ ആലോചന പിന്നെയാണോ നടന്നത്? ഇതിനെല്ലാം കാരണമായി തീരുന്നത് LDFിൻ്റെ മദ്യനയമാണല്ലോ. അത് എത്ര വർഷം മുമ്പ്, എത്ര മാസങ്ങൾക്ക് മുമ്പ് വന്നതാണ്. ആ മദ്യനയം LDFിൽ ചർച്ച ചെയ്തിട്ടല്ലേ ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തത്? അതല്ലേ നിയമസഭയിൽ വെക്കുന്നത്, ഈ നാട്ടിലാകെ എല്ലാവർക്കും ലഭ്യമായ നിലയിൽ നേരത്തെ പരസ്യപ്പെടുത്തിയിട്ടുള്ളത്? ആ മദ്യനയത്തിനനുസരിച്ച് എന്ന് പറഞ്ഞാൽ LDF അംഗീകരിക്കുകയും ക്യാബിനറ്റ് അപ്രൂവ് ചെയ്യുകയും ചെയ്ത മാലോകർക്കെല്ലാം ലഭ്യമായിട്ടുള്ള മദ്യനയത്തിനനുസരിച്ച് അതിൻ്റെ ഒരു തുടർ നടപടി ഉണ്ടായാൽ അതെങ്ങനെയാണ് പിന്നെ മന്ത്രിസഭ ആദ്യം തീരുമാനിക്കുന്നതും LDF രണ്ടാമതായി മാറുകയും ചെയ്യുന്നത്? എന്നാൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ, ബ്രൂവറി വിഷയത്തിൽ ഒരു തീരുമാനം എടുത്തപ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ച ചെയ്യുകയല്ലേ ജനാധിപത്യ മര്യാദ. ആ ആശങ്കകൾ അകറ്റുക. ആശങ്ക CPI രേഖപ്പെടുത്തിയിട്ടുണ്ട്, RJD രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബ്രൂവറി വേണ്ട എന്നുള്ള നിലപാടല്ല അവർ പറഞ്ഞത്. ബ്രൂവറി വരുന്നുണ്ടെങ്കിൽ അവിടുത്തെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ആദ്യം പരിഗണിക്കണം, പരിഹരിക്കണം. സ്വാഭാവികമായിട്ടും ഒരു മുന്നണിക്കകത്ത് അങ്ങനെയുള്ള വിയോജിപ്പുകൾ വന്നാൽ അത് ചർച്ച ചെയ്ത് എന്താണ് ഈ ബ്രൂവറി കാര്യത്തിൽ സർക്കാരിൻ്റെ മുമ്പാകെയുള്ള കാര്യങ്ങൾ, അത് ഘടകകക്ഷികളെ ബോധ്യപ്പെടുത്തണം, ആ LDF സംവിധാനത്തെ ബോധ്യപ്പെടുത്തണം. അങ്ങനെയല്ലേ രണ്ടാമത്തെ ചർച്ച നടക്കുന്നത്. അല്ലാതെ മന്ത്രിസഭ എടുത്ത ഒരു നിലപാടിൻ്റെ മുകളിൽ പിന്നീട് LDFിനെ കൊണ്ട് അംഗീകരിപ്പിക്കുകയല്ലല്ലോ. മന്ത്രിസഭ എടുത്ത ഒരു തീരുമാനത്തിന് മുകളിൽ ആശങ്കകൾ ഉയർന്നു വന്നപ്പോൾ അത് ദൂരീകരിക്കാനുള്ള ഏറ്റവും ജനാധിപത്യപരമായിട്ടുള്ള ഒരു ഇടപെടൽ. അല്ലാതെ CPM വലിയ കക്ഷിയാണ്, മന്ത്രിസഭ തീരുമാനം എടുത്തു കഴിഞ്ഞു, അതുകൊണ്ട് എല്ലാവരും റാൻ മൂളിക്കോണം, അങ്ങനെയൊന്നും അല്ലല്ലോ. വളരെ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ ബോധ്യപ്പെട്ടപ്പോൾ അതിനനുസരിച്ചിട്ട് LDF കൂട്ടായി ഒരു സമീപനം സ്വീകരിക്കുന്നു, നിലപാടെടുക്കുന്നു. ഇതിലൊക്കെ എന്ത് വിവാദമാക്കാനുള്ള വിഷയമാണുള്ളത്? ഇതിലൊക്കെ എന്ത് ജനാധിപത്യ വിരുദ്ധമായ സംഗതിയാണുള്ളത്? അപ്പം അതുകൊണ്ട് ഈ ബ്രൂവറി ഇങ്ങനെ കത്തിച്ചു നിർത്തി എന്തോ ചിലത് ചീഞ്ഞു നാറുന്നുണ്ട് എന്ന് വരുത്തി തീർത്ത് ഒരു പൊതു ഇമേജ് ഉണ്ടാക്കുക, ഒരു പൊതുബോധത്തിൽ അങ്ങനെ ഒരു ആശയം. കണ്ടില്ലേ, മദ്യം എന്ന് പറയുമ്പോൾ ആളുകൾക്ക് അങ്ങനെയുണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ വളരെ എളുപ്പമാണ്. മദ്യമാണോ, എന്നാൽ പിന്നെ അവിടെ അഴിമതിയും കൈക്കൂലിയൊക്കെ എന്തായാലും ഉണ്ടാകും എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ നീക്കമാണ് ഇപ്പോൾ നടക്കുന്ന, ഇന്നിപ്പോൾ ഇങ്ങനെ ഈ പറഞ്ഞ പ്രസ്താവനകൾ വെച്ച് നടത്തുന്ന ഈ ചർച്ച എന്ന് മാത്രമേ കാണേണ്ടതുള്ളൂ. ബ്രൂവറിയിൽ ഇതുവരെ ഉയർന്നിരിക്കുന്ന എല്ലാ സംശയങ്ങൾക്കും കൃത്യമായ മറുപടി നൽകി കഴിഞ്ഞു അല്ലേ? ബ്രൂവറി അവിടെ വരുന്നുണ്ടെങ്കിൽ കുടിവെള്ളം ഉൾപ്പെടെ അവിടുത്തെ ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിച്ചിരിക്കും. ആ കാര്യങ്ങൾ വളരെ കൃത്യമായി ആദ്യം മുതൽ തന്നെ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഒരു തുള്ളി ഭൂഗർഭജലം ഉപയോഗിക്കില്ല. ഇതിപ്പോൾ ഇന്ന് പറയുന്നതല്ല. നിങ്ങളിത് വിവാദമാക്കാൻ ശ്രമിച്ച ആദ്യത്തെ നാൾ തൊട്ട് ഈ ബ്രൂവറിക്ക് വേണ്ടി അപേക്ഷ നൽകിയിട്ടുള്ള കമ്പനി സർക്കാരിന് സമർപ്പിച്ച DPR, അത് സംബന്ധിച്ച് നടത്തിയിട്ടുള്ള ചർച്ചകൾ, അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നു. സർക്കാർ ഇത് സംബന്ധിച്ച് ഇതിനകം ഇറക്കിയ ഉത്തരവിലും പറയുന്നു ഭൂഗർഭജലം ഉപയോഗപ്പെടുത്തില്ല. അതാണല്ലോ ഏറ്റവും വലിയ ഭീഷണിയായിട്ട് വരുന്നത്. അത് വളരെ ഖണ്ഡിതമായിട്ട് പറയുകയാണ്. ബ്രൂവറിക്ക് എത്ര വെള്ളം വേണമെന്ന് അവർ കൃത്യമായി ആവശ്യപ്പെട്ടിട്ടുണ്ടോ? എത്ര വെള്ളം വേണമെന്ന് ഓരോ കാര്യങ്ങളിലും ബ്രൂവറിക്ക് ആവശ്യമായ വെള്ളം എത്ര എന്ന് കൃത്യമായി ആവശ്യപ്പെട്ടിട്ടുണ്ടോ?
സ്മൃതി ഈ ചോദ്യം ബ്രൂവറി വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ എത്ര നേരത്തെ ചോദിച്ചതും അത് സംബന്ധിച്ച് മറുപടി നൽകുകയും ശ്രീ MP രാജേഷ് കണക്കുകൾ ഉദ്ധരിച്ചിട്ട് അവിടെ മലമ്പുഴയിലെ ഡാമിലെ അളവ്, അവിടെ നിന്ന് ഓരോ ദിവസവും എടുക്കുന്ന വെള്ളത്തിന്റെ അളവ്, അതിൽ ഈ ബ്രൂവറിക്ക് ആവശ്യമായി വരുന്ന വെള്ളത്തിന്റെ അളവ്, ഇതെല്ലാം വിശദീകരിച്ചിട്ട് ഇങ്ങനെ ഒരു പുതിയ എന്തോ ചോദ്യം പോലെ ബ്രൂവറിക്ക് ആവശ്യമായ വെള്ളത്തിന്റെ അളവ് പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ഇപ്പൊ പറയുന്നത്. നിങ്ങളൊന്ന് MP രാജേഷിന്റെ ഇതിനകം നടന്നിട്ടുള്ള മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം ഈ വിഷയത്തിൽ നൽകിയിട്ടുള്ള വിശദീകരണങ്ങളുടെ വീഡിയോ ക്ലിപ്പ് ഒന്ന് കേൾക്ക്. അദ്ദേഹം പറഞ്ഞിട്ടില്ലേ ഇതിനകം ഈ വെള്ളത്തിന്റെ കണക്കൊന്നും പറഞ്ഞിട്ടില്ലേ? ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.